ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നില്ല ഒരു ചെറിയൊരു ക്രാഫ്റ്റ് വീഡിയോ കേട്ടോ. അപ്പോൾ എനിക്ക് ക്രാഫ്റ്റോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഈ ക്രാഫ്റ്റൊക്കെ ചെറുതായിട്ട് ചെയ്യുന്നേ ഉള്ളൂ. എന്താ വെച്ചാൽ ഈ ചിലവർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് മുതൽ എനിക്കിഷ്ടമാണ്. പണ്ട് മുതൽ എന്ന് വെച്ചാൽ ഒരു 10 വയസ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ തട്ടിക്കൂട്ടലൊക്കെയാണ് ചെയ്യുന്നത്. ഈ കടൽ ക്ലൗഡൊക്കെ നല്ല ഒരു ഒതുക്കത്തിലാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ അതൊന്നും നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്കൊന്നും കൂടെ ഇതൊന്ന് ചെറിയ സാധനം, കുറച്ച് സാധനമല്ലോ കേട്ടോ. വലിങ്ങനെ കുറേ സാധനമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എവിടെ നിന്ന് തുടങ്ങുന്നറിയില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഒരു ഹൗസ് നിന്ന് തുടങ്ങാം കേട്ടോ. അപ്പോൾ മെല്ലെ എടുക്കുകയാണ്. അപ്പോൾ ഇതിനുള്ള കുറച്ച് സ്കൂഷികളുള്ള കേട്ടോ. അപ്പോൾ ഞാനൊരു തട്ടിക്കൂട്ടിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഗേൾസ് സ്കൂഷിയാണ് കേട്ടോ. ഞാൻ ഈ ക്രാഫ്റ്റ് തുടങ്ങുമ്പോൾ ഫസ്റ്റ് ചെയ്തൊരു സ്കൂഷിയാണിത്. ഞാൻ ഇതിലേക്ക് ടാപ്പൊന്നും ഒട്ടിച്ചില്ല, ടിഷ്യൂ ടാപ്പാണ്. പക്ഷേ ഇപ്പോൾ ടിഷ്യൂ ടാപ്പില്ല. എനിക്ക് കുറച്ച് സാധനമൊക്കെ വാങ്ങാനുണ്ട് കേട്ടോ. ഗമ്മ് വാങ്ങണം, പിന്നെ എന്തൊക്കെയൊക്കെ വാങ്ങും, ഗമ്മ്, ടാപ്പ്, അത് സ്കൂഷി. പിന്നെ ഇതിൻ്റെ കസിൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഓൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൻ ചെയ്തതാണ്, ഓനക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഇതൊരു ഗ്രീൻ സ്കൂഷി. പിന്നെ ഇത് ഓന് പെരുന്നാട്ടി കുറച്ച് മുമ്പ് ഞാൻ ചെയ്തത് സ്കൂഷിയാണ് കണ്ടോ. പിന്നെ അടുത്തതെന്ന് പറയുന്നത് റെഡ് സ്കൂഷിയാണ്. ഇത് നല്ല രസമുണ്ട്. ഇതാ ഒരു റെഡ് സ്കൂഷി. പിന്നെ ഒരു ട്രാൻസ്പെറൻറ്റ്, പക്ഷേ ഇത് എള്ളുന്നുണ്ട് കേട്ടോ, ട്രാൻസ്പെറൻറ്റ് സ്കൂഷി. പിന്നെ ഒരു മിഠായി പോലെ കേട്ടോ, ചെറുതാണ്, ഇതിലൊന്നുമില്ല അങ്ങനെ, ചെറിയൊരു സ്കൂഷി. പിന്നെ എന്ന് പറയുന്നത് ഇതാക്കണ്ട. പിന്നെ ഒരു പിങ്ക് സ്കൂഷി. പിന്നെ ഒരു സ്കൂഷി ഉണ്ട്, അത് ഞാൻ എവിടെ വെച്ചിട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് റെഡിയാക്കാം. അപ്പോൾ ഫ്രണ്ട്സായി നമുക്ക് ഈ ഒരു ബോക്സ്, ഇത് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് കേട്ടോ. പക്ഷേ ഇതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കത്രികയാണ്, പിന്നെ ഒരു പെൻസില്, പിന്നെ ഇതിനുള്ളിൽ എന്താ, ഇതിനുള്ളിൽ ഒരു ബ്ലേഡ് ഇങ്ങനെ ഉണ്ടാക്കിയതാട്ടോ ഞാൻ. അപ്പോൾ കണ്ടോ, ഇത് ഞാനിങ്ങനെ പറ്റുന്ന പോലെ ആക്കിയതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തേക്ക് എടുക്കാം ഫ്രണ്ട്സ്. അടുത്തതെന്ന് പറയുമ്പോൾ ഇതാണ്. ഇത് വരുമ്പോൾ കണ്ടോ, ഇതെന്തും ഉണ്ടാക്കി, ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയതാട്ടോ. കുറച്ച് ഇത്, പിന്നെ ഇതിൻ്റെ ഒരു സ്ട്രോ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും സാധനമുണ്ട് കേട്ടോ. ഇതാ, അപ്പോൾ നമുക്ക് ഇതൊന്ന് എടുത്തേക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അതായി ഇനി അടുത്ത് വരുന്നത് ഈ ഒരു പൊറ്റയാണ് സംഭവം. ഇത് ഇങ്ങനെ നിൽക്കേണ്ടതാണ്, പക്ഷേ പറ്റിയില്ല. ഞാൻ ഒരു തട്ടിക്കൂട്ടില്ല. അപ്പോൾ ഇത് ഞാൻ അടിയിൽ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പറയുന്നത് ഒരു ടാപ്പ് കേട്ടോ. ഇത് തീർന്നു, അപ്പം നമുക്ക് വേണ്ട, ഇന്ന് തീർന്നതാട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഇന്ന് ഉണ്ടാക്കിയൊരു ട്രാൻസ്പെറൻറ്റ് മണി പൗച്ചാട്ടോ. ഇന്ന് ഉണ്ടാക്കിയത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് രസമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. കണ്ടില്ലേ, ഞാൻ പറ്റുന്ന പോലെ വെറുതെ ചെയ്തതാണ് കേട്ടോ. പിന്നെ ഇത് ഉണ്ടാക്കിയ, പിന്നെ ഇതിൽ ചെറിയൊരു സ്കൂഷിയും. ഇത് ഉണ്ടാക്കിയ തന്നെ ഉമ്മ ഷോപ്പിലേക്ക് പോകാൻ പറഞ്ഞു കുറച്ച് സാധനങ്ങൾ. പിന്നെ ഇതിൽ ക്യാഷ് കിട്ടും. പിന്നെ വരുന്നത് ഒരു പൗച്ചാട്ടോ. ഇതിനുള്ളിൽ നമുക്ക് സ്കൂഷിയൊക്കെ ആക്കാൻ വേണ്ടി ഇതിനുള്ളിൽ നിറയെ പനിയാട്ടോ. ഇതിപ്പോൾ തുറക്കാൻ പറ്റില്ല. പിന്നെ വരുന്നത് അത് ചപ്പിലാട്ടോ. അത് എനിക്കൊരു ആവശ്യത്തിനാണ്. അപ്പോൾ ഇതൊരു എന്താ പറയുക, സോഫ്റ്റ് കല്ലാട്ടോ. പിന്നെ ഇത് ഞാൻ വെച്ച മെഹന്തിയാണ്. അപ്പോൾ ഇങ്ങനെ ഇടുന്ന കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത് വരുന്നത് ഇതുപോലെ ആട്ടോ. ഇങ്ങനെ കണ്ടു, ഞാൻ തട്ടിക്കൂട്ടി ചെയ്തതാണ്. ഇതിലെന്തോ ഫ്ലവർ, നമുക്ക് ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇത് സംഭവം വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഇടയിൽ വെച്ചതാണ്. ഇത് ഞാനൊരു ഫ്ലവർ വെക്കുന്ന അങ്ങനത്തെ ഇത് ഉണ്ടാക്കിയതാട്ടോ. ഫ്ലവറൊന്നും കിട്ടിയില്ല. ഫ്ലവർ വെച്ചാൽ തന്നെ എന്താ പറയുക, അപ്പനും ഉണങ്ങിയിട്ട് പോകും. അങ്ങനെ ഇത് ഉണ്ടാക്കിയതാട്ടോ ഞാൻ. പിന്നെ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് നോക്കാം. പിന്നെ എന്ന് പറയുന്നത് കുറച്ച് ചെറിയ 2 ടോയ് കേട്ടോ. ഒരു അമ്പും ഒരു വിസിലും. പിന്നെ ഇത് വേറെ ടാപ്പാട്ടോ തീർന്നത്.
അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ തന്നെ ഇടാം. ഓക്കെ, അപ്പോൾ ഗൈസ് അത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ഇതിനുള്ള ഒരു ചെറിയൊരു പൂ. പിന്നെ വരുന്നത് ഇത് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മണം നല്ല ടേസ്റ്റ് ഉണ്ടോണ്ട് ഞാൻ എടുത്ത് വെച്ചതേ ഉള്ളൂ. പിന്നെ എന്തുമില്ല, പിന്നെ ഇങ്ങനത്തെ 2 സ്റ്റിക്കാട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഇവിടെ വെക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നോട് സാധനം ഉണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റിക്കർ ഉണ്ട്. സ്റ്റിക്കറൊക്കെ എനിക്ക് മേങ്ങാനുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ മീഷോയിൽ നിന്ന് ഒരു ജേണലിൻ്റെ ചെറിയൊരു സെറ്റ് മേടിച്ചിട്ടുണ്ട്. അത് അൺബോക്സിങ് വരുന്ന വീഡിയോ എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റിക്കർ കാണിക്കാം. അപ്പോൾ ഫ്രണ്ട്സ് ഉണ്ട് സ്റ്റിക്കർ കുറേ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത്ര എത്തി കേട്ടോ. കുറച്ച് സ്കൂളിൻ്റെ പരീക്ഷ തുടങ്ങിയിട്ട് കുറേ ദിവസം മുമ്പ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, സ്റ്റിക്കറൊക്കെ എന്നെ വാങ്ങാനേ ഉള്ളൂ. കണ്ടില്ലേ. പിന്നെ എന്നത് ഇത് ഉണ്ടാകുന്നതിന് മുമ്പാണ് ഈ ഒരു പേപ്പറിൻ്റെ ഒരു ബോക്സ് ഉണ്ടായത്. പിന്നെ അത് മാറ്റിയിട്ട് ഇത് മാറ്റിയിട്ട് അത് ഉണ്ടാക്കിയത് കേട്ടോ. ഇതിൻ്റെ പഞ്ഞാണ്. പിന്നെ പറയുന്നത് ഒരു സ്കെയിൽ എൻ്റെതല്ല കേട്ടോ, എൻ്റെ സിസ്റ്ററിൻ്റെതാണ്. വേറെ പിന്നെ കുറച്ച് സാധനമുള്ളൂ. അപ്പോൾ ഒന്നും കാണിക്കാം ഫ്രണ്ട്സ്. വേറെ എന്ത് സാധനം ഉണ്ട് വെച്ചാലില്ലേ, സാധനം കുറച്ച് കളർ പേപ്പറേ ഉള്ളൂ. അതൊക്കെ എനിക്ക് കുറേ സാധനം വാങ്ങാനുണ്ട്. കളർ പേപ്പറൊക്കെ ഇങ്ങനെ ആയിട്ടുള്ളത് ഇതാക്കണ്ട. അപ്പോൾ എനിക്ക് ഗം വേണം, ടാപ്പ് വേണം, കളർ പേപ്പർ വേണം, ഇതൊക്കെ വാങ്ങാനുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവർക്ക് ബൈ.